രക്ഷിതാവിനെ രക്ഷിതാവിനെ പാപി നിന്റെ പേർക്കല്ലയോ നിന്റെ പേർക്കല്ലയോ. ഒരു നിമിഷം സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കുരിശിന്റെ ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഈ നിമിഷങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റത്, നീ ഞങ്ങൾക്ക് വേണ്ടി അടികളേറ്റത്, ദുഷികളേറ്റത് എനിക്ക് വേണ്ടിയാണെന്ന് ബോധ്യം കുരിശിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവേ, ഈ നിമിഷങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പീഡാനുഭവം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും താതാത്മ്യപ്പെടുവാൻ ഇടയാക്കണമേ. അവിടുത്തെ സഹനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന ബോധ്യം ഈ നിമിഷങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെന്നാളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ ബഹുമാനിക്കുന്ന ജോൺസി കോർപ്പിസ്കോപ്പ് അച്ഛൻ, ബഹുമാനപ്പെട്ട ബിൻസറച്ചൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, മനസ്സിന്റെ വെള്ളങ്ങളെ, വീണ്ടും ഒരു വലിയ വെള്ളിയാഴ്ചയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിച്ചേർത്ത നിസ്തുലനായ ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് മുൻപിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓരോ വിശ്വാസിയുടെയും ആത്മീയ ജീവിതത്തിന്റെ ധന്യമായ നിമിഷമാണ് ഈ നിമിഷങ്ങൾ. 50 ദിവസത്തെ നോമ്പിന് പ്രധാനുഷ്ഠാനങ്ങൾക്ക് ഇത് സമാപനമാവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മോട് കൂടെ ഇരുന്നവർ നമ്മെ വിട്ടു മാറിപ്പോയിട്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ അവസരം തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. മൂകത നിറഞ്ഞ ആഴ്ചയിലെ ദുഃഖം തളർന്നിട്ട് നിൽക്കുന്ന വലിയ വെള്ളിയാഴ്ചയുടെ തീവ്രമായ അനുഭവം എന്താ നാം ഇന്ന് കാണുന്നത്? മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യപുത്രൻ മരക്കുരിശിൽ മരിച്ച മഹാസംഭവത്തെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ലോകരക്ഷയ്ക്കായി ദൈവപുത്രനായ യേശുക്രിസ്തു സ്വയം ശൂന്യവൽക്കരിച്ച ആത്മബലിയുടെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസം. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് മലയാള മനോരമ സപ്ലിമെന്റിൽ പെരുമ്പടവം ശ്രീധരൻ ഒരു ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തെ സപ്ലിമെന്റിൽ ഇങ്ങനെ എഴുതി, ഇത് കുരിശു പൂക്കുന്ന ദിവസം, ഇത് കുരിശു പൂക്കുന്ന ദിവസം. അവിടെ അദ്ദേഹം എഴുതുകയാണ്, ഗോകുൽത്തായിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിക്കപ്പെട്ട ആ കുരിശ് അത് വാടാമായിരുന്നു, അത് കരിയാമായിരുന്നു, അത് ഇല്ലാതാകാമായിരുന്നു. എന്നാൽ വാടുകയോ തളരുകയോ ചെയ്യാതെ വർഷം തോറും അത് പൂത്തുകൊണ്ടിരിക്കുന്നു. കുരിശ് പൂക്കുന്ന നിർമ്മലമായ നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. പ്രിയരെ, എന്താണ് നാം ഈ കുരിശിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ കാണുന്നത്? കുറെ കൂടി ധ്യാനാത്മകമായി ക്രൂശിലേക്കും നോക്കുവാൻ ഈ നിമിഷം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അവിടെ നാം കാണുന്നു, കാവൽ ആരാധനമാരാൽ പുൽത്തൊട്ടിയിൽ ചുറ്റപ്പെട്ടവൻ ഇന്നിതാ 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്നു. ഈ ലോകത്തിൽ ജനിച്ചു വീണ നിമിഷം കിടത്തുവാൻ ഇടമില്ലാതെ മാതാപിതാക്കൾ പുൽത്തൊട്ടിയിൽ കിടത്തിയവൻ 33 വർഷങ്ങൾക്ക് ശേഷം ഇന്നിതാ നമുക്ക് വേണ്ടി യാഗമാകുന്നു. യേശു തമ്പുരാന്റെ ജനനത്തിങ്കൽ കീറ്റുശീലയിൽ പൊതിയപ്പെട്ടെങ്കിൽ ഇന്നിതാ അവന്റെ അങ്കിക്കായി അവർ ചീട്ടെടുക്കും. കാനാവിലെ വിരുന്നിന് പച്ചവെള്ളം മധുരതരമായ വീഞ്ഞിന്റെ അനുഭവത്തിൽ എത്തിക്കുകയും ശമര്യാക്കാരി സ്ത്രീക്ക് ജീവന്റെ ജലം പകർന്നു കൊടുക്കുകയും ചെയ്ത ക്രിസ്തുനാഥൻ ഇന്നിതാ ക്രൂശിൽ കിടന്ന്
എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ അവനായി കയ്പ് കാടി കൊടുക്കുന്നു. യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയും മാലാഖമാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം എന്ന് ആർത്ത് പുകഴ്ത്തുമ്പോൾ ഇന്നിതാ താൻ സൗഖ്യമാക്കിയ ജനം, തനിക്ക് ഓശാന പാടിയ ജനം ഇന്നിതാ അവനെ ക്രൂശിക്ക എന്ന് ആർത്തട്ടഹസിക്കുന്നു. മീൻപിടുത്തക്കാരെ താൻ പിടിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കി ഇന്നിതാ അവരും എവിടേക്ക് ഓടുന്നു എന്നറിയാതെ ഭയചകിതരായി തങ്ങളുടെ അരുമനാഥനെ വിട്ട് ഓടിപ്പോകുന്നു. സ്വർഗീയ മാലാഖമാരുടെ കുറിപ്പുകളിൽ മതിമറന്നവൻ ഇന്നിതാ കയ്പുകാടിയുടെയും കുന്തമുനകളുടെയും നടുവിൽ നിലവിളിക്കുന്നു. നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെയും ക്രിസ്തു സഹിച്ചത് എന്ന വലിയ ഓർമ്മ നമുക്കുണ്ടാകണം. ഇതൊരു കെട്ടുകഥയല്ല, ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ്. എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തുനാഥൻ കാൽവരിയുടെ മലമുകളിലേക്ക് നടന്ന് കയറിയതെന്ന ശക്തമായ ബോധ്യം ഈ നിമിഷങ്ങളിൽ നമ്മെ ഭരിക്കണം. 3 ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന്, ആരാണ് ഈ കുരിശിൽ കിടക്കുന്നത്? ആരാണ് ഈ ക്രൂശിൽ കിടക്കുന്നത്? നമുക്കറിയാം, പീലാത്തോസ്, നമ്മുടെ വിശുദ്ധ ഏവൻഗേലിയോനിൽ വായിച്ചു കേട്ടു, പീലാത്തോസ് കൈകൾ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഒരു നീതിമാനായ മനുഷ്യനാണ് ആ ക്രൂശിൽ കിടക്കുന്നത്. ഇടതുഭാഗത്ത് കള്ളൻ പറയുന്നു, നാം ന്യായമായിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ശതാധിപൻ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം പറയുന്നുണ്ട്, ആ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. യൂദ പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാട്ടിക്കൊടുത്തതിനാൽ പാപം ചെയ്തു. ആരാണ് ഈ ക്രൂശിൽ കിടക്കുന്നത്? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നീതിമാനായ, ഏറ്റവും നിർമ്മലനായ, പാപമൊഴികെ നമുക്ക് തുല്യനായ ഒരു മനുഷ്യനാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈ ലോകത്തിൽ നന്മ മാത്രം ചെയ്തവൻ, എല്ലാവരെയും സൗഖ്യമാക്കിയവൻ, ഒരു കുറ്റവും ചെയ്യാത്തവനാണ് ഈ ക്രൂശിൽ കിടക്കുന്നത്. വീണ്ടും രണ്ടാമതായി നാം ചിന്തിക്കുക, എന്താണ് ക്രൂശ്? നമുക്കറിയാം, യഹൂദന്മാർ കുറ്റവാളികളെ തൂക്കുന്ന ഒരു കഴുമരമായിരുന്നു കുരിശ്. ശാപത്തിന്റെയും ശിക്ഷയുടെയും ചിഹ്നമായിരുന്നു ഈ കുരിശ്. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായതായിരുന്നു കുരിശ്. എന്തുകൊണ്ടാണ് ഒരാളെ കുരിശിൽ തറയ്ക്കുന്നത്? ഒരാൾ ഭൂമിയിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ അവന്റെ രക്തത്താൽ ഭൂമി ശാപഗ്രസ്തമാകുമെന്ന് കരുതി അവനെ ഭൂമിക്കും ആകാശത്തിനും മധ്യേ കുരിശിൽ തൂക്കപ്പെടുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായതായിരുന്നു ഈ കുരിശ്. നാം 2 ചിന്തകളാണ് കണ്ടത്. ഈ കുരിശ് എന്താണ്? ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായുള്ള ഒരു സംഭവമായിരുന്നു. ആരാണ് ക്രൂശിൽ കിടക്കുന്നത്? ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും നീതിമാനായ മനുഷ്യനായിരുന്നു. ഒരിക്കലും ചേരുംപടി ചേരാത്ത ഇത് രണ്ടും, നീതിമാനായവനും നികൃഷ്ടമായവനും തമ്മിൽ എന്തിന് കൂട്ടിച്ചേർന്നു? യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ഖണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നമുക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ പാപഭാരങ്ങളൊക്കെ വലിച്ചത് എന്ന ചിന്ത നമ്മെ ഭരിക്കണം. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റവനാണ്. വീണ്ടും പെരുമ്പഴവൻ ശ്രീധരൻ പറയുന്നു, കൊലമരം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കുരിശ് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നനഞ്ഞ് നിത്യതയുടെ വാഗ്ദാനവും അടയാളവുമായി തീർന്നു. കൊലമരം എന്ന് വിളിക്കപ്പെട്ട കുരിശ് നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ നനഞ്ഞ് നിത്യതയുടെ വാഗ്ദാനമായി തീർന്നു. നമുക്ക് വച്ചു നീട്ടുന്ന നിത്യതയുടെ ഒരു വലിയ സന്ദേശമുണ്ട് ഈ കുരിശ് നൽകുന്ന പ്രധാനപ്പെട്ട 3 ചിന്തകൾ ചിന്തിച്ച് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്നാമതായി, ക്രൂശിന്റെ ചുവട്ടിൽ ആരും അനാഥരല്ല. ക്രൂശിന്റെ ചുവട്ടിൽ ആരും അനാഥരല്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു.
ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച അമ്മയും ക്രിസ്തുവിനൊപ്പം കാൽവരിയോളം യാത്ര ചെയ്ത പ്രിയ ശിഷ്യനും അവിടെ അവർ അനാഥരായി പോകുന്ന അവസ്ഥയിലാണ്. പക്ഷേ ക്രിസ്തു പറയുന്നു, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്കൊപ്പം ആരുണ്ട്? ഞാനുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന വലിയ വാഗ്ദാനമാണ് ക്രിസ്തു നൽകുന്നത്. യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ജീവിതത്തിന്റെ സങ്കടങ്ങളിലും വേദനകളിലും ഒക്കെയാണ് നാം ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതൊക്കെയും ക്രൂശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ക്രൂശിലെ ക്രിസ്തുവിന് നമ്മെ മനസ്സിലാക്കാം. ഓർക്കുക, എനിക്കും എന്റെ ജീവിതത്തിന്റെ ക്രൂശിനും ഇടയിൽ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. ഒന്നുകൂടെ പറയാം, എനിക്കും എന്റെ ജീവിതത്തിന്റെ ക്രൂശിനും ഇടയിൽ ക്രിസ്തു ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകല്ലേ. ബെന്യാമീന്റെ ആടു ജീവിതത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ്, അല്ലെ? അവരുടെ വിഷമങ്ങളൊക്കെ നമ്മോട് വന്ന് പറയുമ്പോ നാം അനുഭവിക്കാത്തിടത്തോളം അത് വെറും കെട്ടുകഥകളാണ്. വീണ്ടും ഇവിടെ പറയുന്നു, ഏത് യാതനയും സഹിക്കാം, പങ്കുവയ്ക്കാൻ ഒരാൾ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ. ഒറ്റയ്ക്കാവുക എന്നത് എത്ര ദുഷ്കരമാണെന്നോ. വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കും. പങ്കുവയ്ക്കപ്പെടാനാവാത്ത വികാരങ്ങൾ വിങ്ങുകയും പറയുകയും വായിൽ നിന്ന് നുരയുകയും ചെയ്യും. സങ്കടങ്ങൾ കേൾക്കാൻ ഒരു കാതുണ്ടാകണം. നമുക്ക് നേരെ നോക്കാൻ രണ്ട് കണ്ണുകൾ ഉണ്ടാകണം. നമുക്കൊപ്പം ഒഴുകാൻ ഒരു കവിൾത്തടം ഉണ്ടാകണം. ഇല്ലെങ്കിൽ പിന്നത് ഭ്രാന്തിൽ ചെന്നാകും അവസാനിക്കുക. സങ്കടങ്ങൾ കേൾക്കാൻ ഒരു കാതുണ്ടാകണം. നമുക്കൊപ്പം നമ്മെ നോക്കാൻ രണ്ട് കണ്ണുകൾ ഉണ്ടാകണം. എനിക്ക് ആരുമില്ല എന്ന് പതിതരായി നാം ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ക്രൂശിലെ ക്രിസ്തുവിനെ നോക്കുക. അവിടുന്ന് നമ്മോട് പറയുന്നു, യു ആർ നോട്ട് എലോൺ. നീ ഒറ്റയ്ക്കല്ല. ക്രിസ്തുവിനോളം ഒറ്റയ്ക്കായി പോയ ഒരു മനുഷ്യൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ദാരിദ്ര്യം നമ്മെ വേട്ടയാടുന്നുവെങ്കിൽ ക്രിസ്തുവിനെ കണക്ക് ദരിദ്രനായ ഒരു മനുഷ്യനുണ്ടാവും. അവന് പിറക്കുവാൻ ഒരിടമില്ല. അവനിങ്ങനെ ദേശാന്തരിയായി സഞ്ചരിക്കുകയാണ്. ഏകാന്തത നമ്മളെ അലട്ടുന്നുവെങ്കിൽ ഇത്രയും ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടുണ്ട്. താൻ പ്രിയം വെച്ചവർ, തന്നോടൊപ്പം ഇരിക്കുമെന്ന് കരുതിയവർ സദറായി നാം വായിച്ചു കേട്ടു. എല്ലാവരും ഓടിപ്പോവുകയാണ്. തന്റെ ഗുരുനാഥൻ തകർക്കപ്പെടുന്നുവെന്ന് അറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ ഓടിപ്പോവുകയാണ്. ക്രിസ്തു അത് ചോദിക്കുന്നു, ഒരു നാഴിക പോലും എന്നോട് ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലയോ? തന്റെ കൂടെ നടന്നവർ, താൻ ഏറ്റവും പ്രിയം വെച്ചവർ പത്രോസും യാക്കോബും യോഹന്നാനും, തന്റെ സഹനങ്ങളിലൊക്കെ തന്നോട് ചേർന്നിരിക്കുമെന്ന് കരുതിയവർ, അവർ പോലും സങ്കടങ്ങളുടെ ഇടനാഴിയിൽ ക്രിസ്തുവിനൊപ്പം ഇല്ല. അത് ഉറങ്ങിപ്പോവുകയാണ്. ക്രിസ്തു സഹനങ്ങളെ സൗഹൃദങ്ങൾ കൊണ്ട് നേരിടുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവന് മനസ്സിലാകുന്നു, ഇതിനും മേലെ അപ്പനുണ്ട്. എനിക്കൊരു അപ്പനുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാവരും തള്ളിക്കളഞ്ഞാലും എന്നോടൊപ്പം ഇരിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കരങ്ങളുണ്ട്. അവന്റെ കരങ്ങൾ ഇന്നും കുറുകിപ്പോയിട്ടില്ല. അവന്റെ ചെവികളിൽ നിന്നും മന്ദമായി പോയിട്ടില്ല. ക്രിസ്തുവിനെ പോലെ ഇത്രമാത്രം വിശാലം ബാധിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ? എല്ലാവരാലും തകർക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവന് എന്തെല്ലാം ദുഃഖങ്ങളാണ്. സഖിയില്ലാത്തവന്റെ ദുഃഖം, കുഞ്ഞുങ്ങളില്ലാത്തവന്റെ ദുഃഖം, പ്രിയപ്പെട്ടവരൊക്കെ ഭ്രാന്തനെന്ന് വിളിച്ച് ആക്ഷേപിച്ചവന്റെ ദുഃഖം. ഇങ്ങനെയുള്ള ഈ ദുഃഖങ്ങളിൽ ക്രിസ്തു പറയുകയാണ്, കുഞ്ഞെ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നീ ഒറ്റയ്ക്കല്ല. ക്രൂശ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, നീ ഒറ്റയ്ക്കല്ല. നിന്റെ സഹനങ്ങളിലും നിന്റെ നൊമ്പരങ്ങളിലും നിന്റെ വേദനകളിലും നിന്റെ രോഗങ്ങളിലും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിക്കുന്ന മുറിവുകളെ, ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളെ, ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കി നാം അർപ്പിച്ച സങ്കടങ്ങളെ, വഞ്ചിക്കപ്പെട്ടതിന്റെയും അവഗണിക്കപ്പെട്ടതിന്റെയും നോവുകളെ എല്ലാം അവന്റെ മുൻപിൽ നമുക്ക് നൽകാം. അവൻ അറിയാത്ത നൊമ്പരങ്ങളില്ല, അവൻ കടന്നു പോകാത്ത വേദനകളില്ല. മുറിവേറ്റവന് മുറിവിന്റെ വേദന നന്നായി അറിയാം. മുറിവേറ്റവന് മുറിവിന്റെ വേദന നന്നായി അറിയാം. വല്ലാതെ പരിക്കു കെട്ടിട്ടാണ് ഞാനും നിങ്ങളും ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. ഈ ആയുസിന്റെ നാടുകളെ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്
വല്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ്. ഇനി മുമ്പോട്ട് നോക്കുമ്പോൾ ചുറ്റിലും അന്ധകാരമാണ്. പക്ഷേ മുറിവേറ്റവൻ അറിയാം നിന്റെ മുറിവിന്റെ ആഴം. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. ജീവിതത്തിൽ എത്ര പതർച്ചകളും തകർച്ചകളും തിരസ്കരണങ്ങളും ഉണ്ടായാലും കുരിശിന്റെ ചുവട്ടിലേക്ക് വരണം. അവിടെ നമുക്ക് ഉത്തരങ്ങളുണ്ട്. ആ മൗനത്തിൽ നമ്മോടൊപ്പം വേദനിക്കുന്നവന്റെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയും. ഒത്തിരി ഒന്നും അവൻ സംസാരിക്കയില്ല. ഏലിയാവ് നോക്കിയതുപോലെ കൊടുങ്കാറ്റിലോ തീയിലോ ഒന്നും ക്രിസ്തുവിനെ കാണുന്നില്ല. പക്ഷെ ഒരു മൃദുസ്വരമായി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. മകനെ, മകളെ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മോടൊപ്പം വേദനിക്കുന്നവന്റെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം കേൾക്കാൻ ഈ വലിയ വെള്ളിയാഴ്ച നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ലോകം പരാജയമായി വിധി എഴുതിയവന്റെ അടയാളമാണ് പുരുഷൻ. പക്ഷേ അവന്റെ ജീവിതത്തിന് മാത്രമേ ജീവിതങ്ങളിൽ ഇത്രമേൽ സ്നേഹവിപ്ലവം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. പരാജയങ്ങളിൽ, സങ്കടങ്ങളിൽ പതറാതെ ക്രൂശിലേക്ക് നോക്കുക. അവൻ പറഞ്ഞു തരും വിജയത്തിന്റെ മന്ത്രണങ്ങൾ. ക്രിസ്തു ശാന്തമായി നമ്മോട് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. തളരുന്ന എന്റെ കുഞ്ഞെ, യാത്രകളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നല്ലോ നിന്നോടൊപ്പം. ഒന്നാമത്തെ ചിന്ത അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. ക്രൂശിന്റെ ചുവട്ടിൽ ക്രൂശ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, നമ്മോടൊപ്പം നമുക്കായി മുറിവേറ്റ ഒരു താതനുണ്ട്. നമ്മെ തന്നെ പൂർണ്ണമായും അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. രണ്ടാമതായി നാം ചിന്തിക്കുന്നത്, കുരിശിനെ പറ്റി പിതാക്കന്മാർ പറയുന്നത് കുരിശില്ലാതെ കിരീടമില്ല എന്നുള്ളതാണ്. There is no crown without cross. കുരിശില്ലാതെ കിരീടമില്ല. സഹനങ്ങളില്ലാതെ ആ വലിയ കിരീടം പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാകില്ല. ഒരു പുസ്തകത്തിൽ ബോബി ജോസഫ് ഇങ്ങനെ പറയുന്നു, അമ്മ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. ദാമ്പത്യം തകർന്നതിനെ കുറിച്ച് പറഞ്ഞാലും എനിക്കേറെ വ്യക്തതയില്ല. ജീവിത പങ്കാളിയുടെ അഗാധ വേർപാടിനെ പറ്റി പറഞ്ഞാലും എനിക്ക് മനസ്സിലാകില്ല. ആർക്ക് ആരെ മനസ്സിലാക്കാൻ സാധിക്കും? കാരണം ഈ പറഞ്ഞ സമാനമായ ചിന്തകളിലൂടെ ഒന്നും ഞാൻ കടന്നു പോയിട്ടില്ല. പക്ഷേ ക്രിസ്തുവിന് നമ്മെ മനസ്സിലാക്കാൻ സാധിക്കും. പാപം ഒഴികെ സർവ്വത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവന്റെ അടുക്കിലേക്ക് നമുക്കും അടുത്തു വരാം. കുരിശില്ലാതെ കിരീടമില്ല. There is no crown without cross. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിലൊക്കെ ഒരു വലിയ മഹത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും എത്തുന്ന സകലത്തെയും ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിൽ അർത്ഥവത്തായ വാക്കുകളാണ്. ദൈവമേ, ഞങ്ങൾക്ക് സങ്കടവും നഷ്ടവും എത്തുന്നതിനെ ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിൽ വ്യത്യാസപ്പെടുത്തി തരണമേ. നമ്മുടെ സങ്കടങ്ങളെ മാറ്റിത്തരുന്ന, അവിടുന്ന് മാറ്റിത്തരുന്നില്ല. പൗലോസ് പറയുന്നുണ്ട്, മുള്ളു മാറണം. എന്ന് പറയുന്നു, മുള്ളൊന്നും മാറത്തിന്റെ മുന്നേ എനിക്ക് നിനക്ക് എന്റെ കൃപ മതി. ആ കൃപയിലാണ് ഈ ഭൂമിയും വേരൂമിയും അല്ലെങ്കിൽ കാലൂമിയും നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത്. സഹനങ്ങൾക്കപ്പുറം ക്രിസ്തു വെച്ചിരിക്കുന്ന ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും സാധിക്കണം. വിജയ സൗഖ്യത്തിന്റെയും സുസ്ഥിതിയുടെയും ദൈവത്തെ അല്ല സുവിശേഷം പഠിപ്പിക്കുന്നത്. ഇന്ന് പലരും പഠിപ്പിക്കുന്നത് നല്ല സമൃദ്ധിയുടെ സുവിശേഷത്തെയാണ്. എന്നാൽ ക്രിസ്തു തന്റെ പീഡാനുഭവത്തെ കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ദൈവമേ, നിനക്കതൊന്നും ഭവിക്കരുത്. പത്രോസിനെ ക്രിസ്തു വിളിക്കുന്നു, സാത്താനെ, സങ്കടങ്ങളെ മറികടന്ന് ചാടിപ്പോകാമെന്ന് ചിന്തിക്കരുത്. പക്ഷെ അവിടെയൊക്കെ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ല. നാം നിയമിക്കപ്പെട്ടിരിക്കുന്നതിന് കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു അപ്പോസ്തല പ്രവൃത്തികളിൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അതിന്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ പൗലോസ്ലീഹായെ വല്ലാതെ പൗലോസ്ലീഹ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അവനെ ഇഴച്ച് പട്ടണത്തിന് വെളിയിലാക്കുകയാണ്. വീണ്ടും ധൈര്യപ്പെട്ട് ബർന്നബാസിനോട് കൂടി സുവിശേഷം അറിയിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ
സത്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിക്കുന്നു. രണ്ടാമത്തെ ചിന്ത അവിടെ അവസാനിപ്പിക്കുകയാണ്. കുരിശുമരണം വേണ്ടെന്ന് വാശി പിടിച്ച പത്രോസിനെ യേശു വിളിക്കുന്നത് സാത്താനെ എന്നാണ്. കുരിശില്ലാതെ കിരീടമില്ല, കിരീടത്തിൽ അവസാനിക്കാത്ത കുരിശുമില്ല. കുരിശില്ലാതെ കിരീടമില്ല, കിരീടത്തിൽ അവസാനിക്കാത്ത കുരിശുമില്ല. മൂന്നാമതായി ക്രിസ്തു ആഗ്രഹിക്കുന്നത് നമ്മുടെ മടങ്ങിയവരാണ്. തിരികെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. ഗോഡ് സീക്സ് അവർ റിട്ടേൺ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് പോലെ എത്രയോ വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായി. എങ്കിലും അവന്റെ സന്നിധിയിൽ നിന്ന് നാം കുതറി ഓടുകയാണ്. ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ക്രിസ്തു നമ്മെ കാത്തിരിക്കുന്നു. പിതാക്കന്മാർ പറയുന്നു, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ക്രിസ്തു കാൽവരിയുടെ കുരിശിൽ കിടന്ന് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. തന്നെ തിരിച്ചു പറഞ്ഞ യൂദായുടെ മടങ്ങി വരവും കാത്ത്, എന്റെ മകനെ യൂദായെ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തു കുരിശിൽ കിടക്കുകയാണെന്നാണ് വ്യാഖ്യാനം. നമ്മുടെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന ഒരു ക്രിസ്തുനാഥൻ ഈ ക്രൂശിൽ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്നവയെ ഒഴിവാക്കുവാനും ആർജിക്കേണ്ടുന്നവയെ ആർജിക്കുവാനും ഈ വലിയ വെള്ളിയാഴ്ച നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മെ വീണ്ടെടുത്തത്. പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ ആ കാൽവരി കുരിശിൽ നിന്ന് ഇറ്റിറ്റു വീടുന്ന രക്തം, ആ രക്തത്തുള്ളികൾ അതെന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിച്ച് ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയാ ക്രിസ്തു കാൽവരിയിൽ ക്രൂശിതനായത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ മടങ്ങി വരവ് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു സവിധത്തിലേക്ക് അവന്റെ വിരിച്ചു വെച്ച കൈകൾ നമ്മെ ഇങ്ങനെ തേടിയിരിക്കുകയാണ്. എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ആ ഗീതത്തിൽ കവി ചോദിക്കുമ്പോ അവിടെ ക്രിസ്തു പറയുന്നു, ഇത്ര മാത്രം എന്ന് പറഞ്ഞ് തിരിച്ച കൈകളുമായി നമ്മെ കാത്തിരിക്കുന്ന മകനെ, മകളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്രൂശിതനായത്. നിന്റെ മടങ്ങി വരവാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ മുടിയൻ പുത്രനെ പോലെ എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു വീടുണ്ട്. ആ വീടിന്റെ കഥകൾ ഒരിക്കലും എനിക്ക് മുമ്പിൽ പൊട്ടിയടക്കിയില്ല. എത്ര പാപം ചെയ്തവരായാലും, എത്ര കടുച്ചുവപ്പായിരുന്നാലും മടങ്ങി വരിക. ക്രിസ്തു നമ്മെ മാടി വിളിക്കുന്നുണ്ട്. മാറായുടെ അനുഭവത്തെ മധുരതരമാക്കിയ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളെ ഈ ക്രൂശിന്റെ ചുവട്ടിൽ നാം നോക്കുമ്പോൾ അതൊക്കെയും സമർപ്പിച്ച് ക്രിസ്തുവിനായി പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് നാം മടങ്ങി വരണം. സഹതാപമല്ല ഈ ദിവസം ക്രിസ്തു ആഗ്രഹിക്കുന്നത്, പിന്നെയോ അനുതാപം. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരണം. ഒരിച്ച് കണ്ണുനീരെങ്കിലും ഈ വലിയ വെള്ളിയാഴ്ച ദിവസം ദൈവസന്നിധിയിൽ ഒഴിക്കാൻ നമുക്കാകണം. അങ്ങനെ മടങ്ങി വരവിന്റെ വലിയ സുവിശേഷമാണ് നാം കേൾക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ ആഫ്രിക്കയിൽ സഞ്ചാരം ചെയ്യുമ്പോൾ പരിശുദ്ധ പാപ്പായോട്, ഫ്രാൻസിസ് പാപ്പയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ലോകം പരിശുദ്ധ പാപ്പ എന്ന് വിളിച്ച് ആദരിക്കുന്ന നാം സത്യത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ ആ ചോദ്യം അർജന്റീനയിലെ മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. പക്ഷെ പാപ്പ പറയുന്നു, ഞാനൊരു പാപിയാണ്, ദൈവം കരുണയോടെ നോക്കുന്ന ഒരു പാപി. ആ ചിന്ത നമ്മെ ഭരിക്കട്ടെ. ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ്, ദൈവം കരുണയോടെ നോക്കുന്ന ഒരു പാപി. ആ ചിന്തയോടെ ക്രൂശിതനിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് സാധ്യമാകട്ടെ. പാമ്പാടി തിരുമേനിയുടെ കബറിൽ നാം പോകുമ്പോൾ അവിടെ ഒരു ക്രൂശിന്റെ രൂപമുണ്ട്. ആ ക്രൂശിന്റെ രൂപത്തിന്റെ താഴെ വിലാപങ്ങളുടെ പുസ്തകത്തിലെ 1-ാം അധ്യായം 12-ാം വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഈ ദിവസവും ക്രിസ്തു നമ്മോട് ചോദിക്കുന്നത്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പച്ചവിരൽ എന്ന ഒരു ആത്മകഥയുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ദയാഭായി എന്ന എൻഡോസൾഫാൻ ദളിത ബാധിതർക്ക് വേണ്ടി ഏറെ പ്രയത്നിച്ച കോട്ടയം ജില്ലയിലെ പാല പൂവരണിയിൽ ജനിച്ച മേഴ്സി മാത്യു എന്ന ആ അമ്മയുടെയാണ് ആ പുസ്തകം. ദയാഭായി എന്ന പേരിലാണ് നാം ഏറെ അറിയപ്പെടുന്നത്. കന്യാമഠത്തിൽ നിന്ന് കീഴാള മണ്ണിലെത്തിയവൾ. പൂവരണിയിലെ പ്രധാന കുടുംബമായ പുല്ലാട്ട് തറവാട്ടിൽ നിന്ന് കന്യാസ്ത്രീയാകാൻ വേണ്ടി അവളെ ഇറങ്ങിത്തിരിച്ചു. മധ്യപ്രദേശിലെ ചിന്ദ്വാഡ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു.
കുറെ നാളുകൾക്ക് ശേഷം ഇതല്ല തന്റെ ജീവിത മാർഗമെന്ന് മനസ്സിലാക്കി ആ കന്യാമഠത്തിൽ നിന്ന് അതിന്റെ പടികളിറങ്ങി മധ്യപ്രദേശിലെ ആദിവാസികളോടൊപ്പം അവൾ പ്രവർത്തിച്ചു. കുറെ നാളുകൾക്ക് ശേഷം തന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന ദയാഭായിയെ കണ്ട അപ്പൻ നിലവിളിച്ചു. വെയിലിൽ അലഞ്ഞു തിരിഞ്ഞ നിറം മാറിയിരുന്നു അവളുടെ ജീവിതം. ഗോത്ര ജീവിതം നൽകിയ ഉടയാടകൾ, കൈകളിൽ സ്റ്റീൽ വളങ്ങളും രാഖിയും കഴുത്തിൽ സ്റ്റീൽ റിങ്ങും പരുക്കൻ കോട്ടൺ സാരിയും ചുറ്റി വന്ന മകളോട് അപ്പൻ ചോദിച്ചു, മോളെ ഇത്രയ്ക്കൊക്കെ വേണമായിരുന്നു? ദയാഭായിയെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു ആദിവാസി സ്ത്രീയെ പോലെ ഇത്രമാത്രം ലോകം ആദരിച്ച ഒരു സ്ത്രീ രത്നം. അവളോട് അപ്പൻ ചോദിക്കുകയാണ്, മോളെ ഇത്രയ്ക്ക് വേണമായിരുന്നു? തന്റെ അപ്പന്റെ കൈകൾ പിടിച്ച് കുമ്മറത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ തൂങ്ങിയിട്ടിരുന്ന ക്രിസ്തുവിന്റെ ക്രൂശിന്റെ രൂപത്തിൽ ചൂണ്ടിക്കാട്ടി ആ മകൾ അപ്പനോട് ചോദിക്കുന്നു, അപ്പ ഇത്രയ്ക്ക് വേണമായിരുന്നു? പ്രിയമുള്ളവരെ, ക്രൂശിലേക്ക് നോക്കുക. കടന്നു പോകുന്ന ഏവരുമേ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? 3 ചിന്തകൾ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വേദനകൾ അറിയുന്ന, നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന, നിങ്ങളുടെ രോഗങ്ങൾ അറിയുന്ന, മുറിവേറ്റവരറിയാം. എന്റെ മുറിവിന്റെ ആഴങ്ങൾ ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ വലിയ വെള്ളിയാഴ്ച നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. വീണ്ടും സഹനങ്ങളില്ലാതെ, സങ്കടങ്ങളില്ലാതെ കിരീടമില്ല എന്ന വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഷ്ടതകളിലും പുകഴുവാൻ നമുക്ക് സാധ്യമാകട്ടെ. യോബ് പറയുന്നു, ഞാൻ ഇതുവരെ എന്റെ ദൈവത്തെ പറ്റി ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എന്റെ സ്വന്തം കണ്ണാൽ എന്റെ കഷ്ടതകളുടെ നടുവിൽ എന്റെ ദൈവത്തെ കാണുന്നു. ആ ദൈവബന്ധത്തിൽ സജീവരായി ജീവിക്കാൻ നമുക്കിടയാകട്ടെ. തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മടങ്ങി വരവാണ്. ക്രൂശിന്റെ ചുവട്ടിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, അപ്പൻ തന്നതാണില്ല. അങ്ങനെ ക്രൂശിന്റെ ചുവട്ടിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഞാനൊരു പാപിയാണ്, തമ്പുരാന്റെ വലിയ കരുണയിലാണ് ഞാൻ ഈ ലോകത്തായിരിക്കുന്നത് എന്ന വലിയ ചിന്ത ഈ വലിയ വെള്ളിയാഴ്ച നമ്മെ ഭരിക്കട്ടെ. ഈ ദിനം ജ്ഞാനാത്മകമായി ക്രൂശിനോട് ചേർന്ന് കൂടുതൽ യാത്ര ചെയ്യുവാൻ ഇവിടുന്ന് കിട്ടുന്ന ശക്തിയിൽ അടുത്ത 1 വർഷക്കാലം നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ കരുപ്പിടിപ്പിക്കുവാൻ ഇടയാകട്ടെ. ക്രൂശിതൻ നമ്മോട് കൂടെ ഉണ്ട്. ആ ഒരു വലിയ ധൈര്യത്തോടെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ആ ക്രൂശിൽ പുകഴുവാൻ, ക്രൂശിതനിൽ അഭയപ്പെടുവാൻ, ക്രൂശിൽ പ്രശംസിക്കാൻ നമുക്കിടയാകട്ടെ. പ്രകാരം ഒരു വലിയ അവസരം തന്ന ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പച്ചൻ ആഠ്യതയോടെ നമ്മെ നയിക്കുന്നു. ഒപ്പം യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് വന്ദനായ ബിൻസനച്ചൻ ഏറെ ശ്രേഷ്ഠമായി ഇടവകയെയും പരിശുദ്ധ സഭയെയും പ്രസ്ഥാനത്തെയും നയിക്കുന്നു. പ്രിയപ്പെട്ട ചങ്കോട് ചേർന്ന് നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് പ്രാർത്ഥനയോടെ ഈ വലിയ വെള്ളിയാഴ്ച ജ്ഞാനാത്മകമായി ഈ ഇടവകയുടെ സ്നേഹം അതിനായ അച്ഛന്റെ പിതാവിന്റെ മരണത്തോടനുബന്ധിച്ച് കണ്ടതും അറിഞ്ഞതുമാണ്. അത്രമാത്രം ആത്മീയമായി നാം നിലനിൽക്കുമ്പോൾ ആ സ്നേഹബന്ധത്തിൽ കൂടുതൽ സജീവരാകുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്ന ബോധ്യത്തോടെ ക്രൂശിതന്റെ ചുവട്ടിലേക്ക്, ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് അഭയപ്പെടാം. ജ്ഞാനാത്മകമായി പ്രാർത്ഥനയോടെ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ബഹുമാനപ്പെട്ട പ്രയോജനുണ്ട്, ജെറിനുണ്ട്, സാവശാനുണ്ട്, എല്ലാവരോടും, എല്ലാ സ്നേഹിതരോടും ഒറ്റ വാക്കിൽ സ്നേഹം അർപ്പിക്കുന്നു. ക്രൂശിൽ നമുക്ക് കഴിവാനിടയാകട്ടെ. ആമേൻ.